Hi dudes, ടെക്കിനോട് പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് പോക്കോ M3യുടെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. നമ്മൾ ഈ ഫോൺ എടുത്തത് ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സിലാണ്. നമുക്ക് നോക്കാം ഈ ഫോൺ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക്നോ എന്ന യൂട്യൂബ് ചാനലാണ്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒട്ടും സമയമുള്ള ലെറ്റ്സ് ഡു ഇറ്റ്. പോക്കോ M3യുടെ ബോക്സ് നമുക്ക് നോക്കാം. ഓവറോൾ ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ഒരു മഞ്ഞ കളറാണ് ബോക്സ് മൊത്തത്തിൽ വരുന്നത്. ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. 48 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. Qualcomm 662 ആണ് പ്രൊസസ്സർ വരുന്നത്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന 6GB 64GB വേരിയൻ്റ് ആണ്. ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്ന വേരിയൻറ്റ്, മെയ്ഡ് ഇൻ ഇന്ത്യ. ഇത്രയും കേസസാണ് ബോക്സിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ പോക്കോൻ്റെ വേറൊരു ബോക്സാണ് കാണുന്നത്. നമുക്ക് അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഒരു സിം ഇഞ്ചക്ഷൻ ടൂൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കേസും വരുന്നുണ്ട്. കേസ് എങ്ങനെയുണ്ട് നോക്കാം. ഒരു ട്രാൻസ്പാരൻറ്റ് TPU കേസാണ് വരുന്നത്. ചെറിയൊരു ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട്. ഒക്കെ നല്ലൊരു ക്വാളിറ്റിയും കേസിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതൊക്കെ മാറ്റി വയ്ക്കാം. നമുക്ക് ഫോൺ നോക്കാം. യെസ്, ഇതാണ് നമ്മുടെ ഫോൺ വരുന്നത്. നമ്മൾ ബ്ലൂ ആണ് എത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ അടിപൊളിയാണ് മൊത്തത്തിൽ. നമുക്ക് എന്തായാലും നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, ബാക്കി എന്തൊക്കെ ബോക്സിൽ വരുന്നുണ്ട് നമുക്ക് നോക്കാം. ബോക്സിലൊരു ചാർജറും അതുപോലെ തന്നെ കേബിളാണ് ഇനി വരുന്നത്. നമുക്ക് ചാർജർ എത്ര വോൾട്ടേജാണ് നമുക്ക് നോക്കി നോക്കാം. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് നമുക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമുക്ക് വോൾട്ടേജ് ചാർജ് ചെയ്യാനായിട്ടുള്ള പവർ ബ്രിക്കാണ് തന്നിരിക്കുന്നത്. കുറേ ടൈപ്പ് ഓഫ് വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓവറോൾ നമുക്ക് ലുക്ക് നോക്കാം. അത്യാവശ്യം നല്ലൊരു ലുക്കിലാണ് വരുന്നത് ഫോൺ. ബാക്ക് സൈഡ് വരുമ്പോൾ ഒരു മാറ്റ് ഫിനിഷാണ്. നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഒന്നും ക്യാച്ച് ചെയ്യണില്ല. അത്യാവശ്യം ഡീസൻ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴും നമുക്ക് ഒരു ഇഷ്യൂസ് ഒന്നും കാണാനായിട്ടില്ല. സൈഡിലാണ് നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വോളിയം റോക്കേഴ്സും സൈഡിൽ തന്നെയാണ് വരുന്നത്. ടോപ്പ് സൈഡിൽ വരുമ്പോൾ നമുക്കിവിടെ ഒരു സ്പീക്കറും അതുപോലെ തന്നെ 3.5mm ഹെഡ് ജാക്ക് ടോപ്പിലാണ് വരുന്നത്. പിന്നെ അയർ ബ്ലാസ്റ്ററും വരുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് അടിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാർജിങ് പോർട്ട് അടിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീക്കറും വരുന്നുണ്ട്. അപ്പോൾ ഒരു ഡ്യുവൽ സ്പീക്കർ സെറ്റപ്പാണ് വരുന്നത്. ബാക്ക് സൈഡിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ക്യാമറയുടെ സൈഡിൽ ഒരു ചെറിയ ബൾജ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പോക്കോയുടെ വലിയൊരു ബ്രാൻഡ് നെയിം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും സാധനം ബാക്കിൽ വരുന്നത്. അത്യാവശ്യം നല്ലൊരു ലുക്കിലാണ് വരുന്നത് ഫോൺ. ഹാൻഡ് ഫീൽ എക്സ്പീരിയൻസ് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹാൻഡ് ഫീൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് ഡിസ്പ്ലേ നോക്കാം. 6.53 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് 83.4% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. പിന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ്, മാക്സിമം ബ്രൈറ്റ്നസ് വരുന്നത് 400 ആണ് നിറ്റ്സ് വരുന്നത് മാക്സിമം ബ്രൈറ്റ്നസ്. ഡിസ്പ്ലേസിൽ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. Qualcomm Snapdragon 662 ആണ് പ്രൊസസ്സർ വരുന്നത്. ഒക്ടാ കോർ പ്രൊസസ്സറാണ്. 2 GHz ആണ് മാക്സിമം സ്പീഡ് വരുന്നത്. നമുക്ക് റാമിൽ വരുന്നത് 6GB റാമാണ് വരുന്നത്. LPDDR4 ആണ് റാം ടൈപ്പ് വരുന്നത്. നമുക്ക് ഈ എടുത്തിരിക്കുന്ന വേരിയൻറ്റ് 6GB 64GB വേരിയൻ്റ് ആണ്. അതുപോലെ തന്നെ 6GB 128GB വേരിയൻ്റ് ഒക്കെ വരുന്നുണ്ട്. ഇതിന് 3 കളർ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിപ്പോൾ ബ്ലൂ ആണ്. ഇതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് യെല്ലോ ബാക്ക്ഗ്രൗണ്ട്സ് ആണ് വരുന്നത്. ക്യാമറ സെക്ഷൻ നോക്കാം. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 48 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും അതുപോലെ തന്നെ 2 മെഗാപിക്സലിൻ്റെ സെക്കൻഡറി ആൻഡ് പ്രൈമറി ക്യാമറാസാണ് വരുന്നത്. ഫ്രണ്ട് സൈഡിൽ വരുമ്പോൾ നമുക്ക് 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കേസസാണ് ക്യാമറ സൈഡിൽ വരുന്നത്. ഹായ് ഓൾ, പോക്കോ M3യുടെ ഫ്രണ്ട് സൈഡ് ക്യാമറ വെച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. 8 മെഗാപിക്സലിൻ്റെ ക്യാമറ നോക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടൊരു ക്വാളിറ്റി ഒന്നും പറയാനില്ല. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി തന്നെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും കേസസാണ് ഫ്രണ്ട് സൈഡ് വരുന്നത്. ബാക്ക് സൈഡ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കി നോക്കാം. പോക്കോ M3യുടെ ഫസ്റ്റ് ഇംപ്രഷൻ ആണ് പറയാൻ പോകുന്നത്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെ തരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് റീഡിംഗ് ഒക്കെ ഫസ്റ്റാണ്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന 6GB വേരിയൻ്റ് ആണ്. ഇതിപ്പോൾ 4GB വേരിയൻറ്റ് വരുന്നുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന പ്രൈസ് 11,250 റുപ്പീസിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ഓഫേഴ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും കേസാണ് ഫോണിൻ്റെ ഓവറോൾ ലുക്ക് പറയാനായിട്ടുള്ളത്. ലുക്ക് അത്യാവശ്യം നല്ല ലുക്കാണ്. നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഒന്നും ക്യാച്ച് ചെയ്യുന്നില്ല. വെയിറ്റിൻ്റെ കേസിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിറ്റ് ബാലൻസിങ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു നല്ലൊരു ഫോൺ തന്നെയാണ് പോക്കോ M3. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഈ ഫോൺ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഈ ഫോണിൻ്റെ ലിങ്ക് ഇട്ടുണ്ടാവും. നിങ്ങൾക്ക് അതിന് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.